തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. വിശുദ്ധ കവാടം തുറന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം പകർന്ന ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനം. ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ചയുടെ തിരക്കിലാണ് എല്ലാവരും. പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ വിശ്വാസികൾ വരവേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷാചരണത്തിനും ഇതോടെ തുടക്കമായി. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്മസ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുപ്പിറവി ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. ലത്തീൻ കത്തോലിക്ക സഭ വാരാപ്പുഴ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. ക്രിസ്മസിനെ വരവേറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കുർബാനയ്ക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസോലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ കാർമ്മികത്വം വഹിച്ചു. PMGയിലെ ലൂർദ് ഫെറോന പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് കർദിനാൾ ജോർജ് മാർച്ച് കൂവക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു.